യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു അക്കാദമിക് റൈറ്റിംഗ്. ഒരു വിദ്യാർത്ഥി സ്കൂൾ പഠനത്തിന് ശേഷം കോളേജിലേക്ക് എത്തുമ്പോൾ താരതമ്യേന അവൻ്റെ എഴുത്തിലുള്ള കഴിവുകളും മാറുന്നു. ഹയർ എഡ്യൂക്കേഷൻ സക്സസ്സിന് അക്കാദമിക് റൈറ്റിംഗ് സ്കിൽ അത്യാവശ്യമാണ്. നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ ഒരാൾക്ക് അക്കാദമിക് റൈറ്റിംഗ്സിൽ മാസ്റ്റർ ആവാൻ സാധിക്കുകയുള്ളൂ. തൻ്റേതായ വിധിന്യായങ്ങളും പരാമർശങ്ങളും വിശ്വസനീയമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും അക്കാദമിക് റൈറ്റേഴ്സ് ഉപയോഗപ്പെടുത്താൻ പാടില്ല. കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു റൈറ്റിംഗ് ടാസ്ക്കാണ് അക്കാദമിക് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിംഗ് ഫോർമലും വെൽ ഡിഫൈൻഡ് പാറ്റേണും ഉൾക്കൊള്ളുന്നു. എന്നാൽ നോൺ അക്കാദമിക് റൈറ്റിംഗ്സിന് ഇത്തരം വെൽ ഡിഫൈൻഡ് പാറ്റേൺ ഇല്ലെന്ന് മാത്രമല്ല, അവ ഇൻഫോർമൽ ആയിരിക്കും. കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ അക്കാദമിക് റൈറ്റിംഗിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഗവേഷകർ എന്നിവരെ സ്കോളേഴ്സ് അല്ലെങ്കിൽ അക്കാദമീഷ്യൻസ് എന്ന് വിളിക്കുന്നു. അക്കാദമീഷ്യൻസ് തയ്യാറാക്കിയ റൈറ്റിംഗ്സ് ഇവാലുവേഷൻ ചെയ്തതിന് ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത്. അക്കാദമീഷ്യൻസ് എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികത പാലിക്കേണ്ടതുണ്ട്. അവരുടെ ചുമതലകൾ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റേണ്ടതും അവരുടെ കടമയാണ്. നെക്സ്റ്റ് പാർട്ട്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ സ്കിൽസ് എക്സ്പെക്റ്റേഷൻ ഇൻ സ്കൂൾ ആൻഡ് കോളേജ് വിത്ത് ഫോക്കസ് ഓൺ റൈറ്റിംഗ്. സ്കൂളിൽ നിന്നും കോളേജിലേക്ക് പോകുന്നതോടെ റൈറ്റിംഗ് സ്കിൽസ് എക്സ്പെക്റ്റേഷൻസും മാറുന്നു. കോളേജ് സ്റ്റുഡൻസ് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി എഴുത്തും രചനകളും വികസിപ്പിച്ചെടുക്കുന്നു. ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്തോറും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മെച്ചപ്പെടുത്തൽ അനിവാര്യമാണ്. സ്കൂൾ സ്റ്റുഡൻസ് പലപ്പോഴും ഇൻഫോർമലായും സിമ്പിളായിട്ടും ടെക്നിക്കൽ ഡിവൈസസ് ഉപയോഗിക്കാതെയുമാണ് എഴുതുന്നത്. സ്കൂൾ സ്റ്റുഡൻസിൻ്റെ എഴുത്തുകളിൽ ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് സാധ്യതയുണ്ട്. വ്യക്തിപരമായും യുക്തിപരവുമായ എഴുത്തുകളാണ് കോളേജ് സ്റ്റുഡൻസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട്, പ്രീ റിക്വസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിങ്ങിന് വേണ്ട മുൻവ്യവസ്ഥകൾ. അക്കാദമിക് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തന്നെ എന്തൊക്കെ കഴിവുകൾ എൻഹാൻസ് ചെയ്തെടുക്കണം, എന്തൊക്കെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. കറക്റ്റ്നെസ്, ഗ്രാമർ മിസ്റ്റേക്സ്, ലോജിക്കൽ ഓർഡർ എന്നിവയെക്കുറിച്ചൊന്നും ആകുലപ്പെടാതെ തുടർച്ചയായി എഴുതുക. എന്തെങ്കിലുമെല്ലാം എഴുതാൻ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. സെക്കൻഡ്, കീപ്പ് എ ജേർണൽ. പ്രത്യേകം ഒരു നോട്ടിൽ എന്തെങ്കിലും എഴുതുന്ന ശീലം നിങ്ങളിൽ വളർത്തിയെടുക്കുക. തേർഡ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. മികച്ച ഒരു അക്കാദമിക് റൈറ്റർ ആവാൻ റീഡിംഗ് ഒരു പ്രധാന മുൻവ്യവസ്ഥയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ എഴുത്ത് മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഫോർത്ത്, തിങ്ക് ക്രിട്ടിക്കലി. എന്തെങ്കിലും സൂക്ഷ്മമായി പരിശോധിച്ച് അതിനെ പ്രതിഫലിപ്പിക്കുന്ന പ്രക്രിയയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. എഴുത്തും ചിന്തയും പരസ്പരം കണക്റ്റഡ് ആണ്. തിങ്കിങ് അല്ലെങ്കിൽ ചിന്ത നമ്മുടെ രചനകളെ പരിഷ്കരിക്കുകയും എഴുത്ത് ചിന്തകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഫിഫ്ത്ത് വൺ, ഡെവലപ്പ് റിസർച്ച് സ്കിൽസ്. വിവരങ്ങളുടെ ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനും റിസർച്ച് സ്കിൽസ് ഉപയോഗപ്പെടും. സിക്സ്ത് ആൻഡ് ലാസ്റ്റ് വൺ, ലേൺ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. കീവേഡ്സ്, ഫ്രീക്വൻറ്റ് ഫ്രേസസ് എന്നിവയുടെ ഉപയോഗം ലഘൂകരിച്ച് ചിട്ടയോടെ എഴുത്തുകൾ തയ്യാറാക്കുക. Next section, distinctive features of academic writing. Formal language, use technical and formal vocabulary. Formal language ആയിരിക്കും യൂസ് ചെയ്യുന്നവ. ടെക്നിക്കൽ ഡിവൈസസ് ഉണ്ടായിരിക്കും, ലൈക്ക് മെറ്റഫർ, സിമിലി. പിന്നെ ഫോർമൽ വൊക്കാബുലറീസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവും. വൊക്കാബുലറി വേർഡ്സ് ഒക്കെ ഫോർമൽ ആയിരിക്കും. സിഗ്നൽ വേർഡ്സ് ടു ഇൻഡിക്കേറ്റ് ഓർഗനൈസേഷണൽ പാറ്റേൺ ഓഫ് ദ വർക്ക്. പാറ്റേൺ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഫോർമൽ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കണ്ടെയ്നിങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും പാരഗ്രാഫ്സ് എഴുതിയിട്ടുണ്ടാവുക. ബോഡി പാരഗ്രാഫ്സ് ആർ ലോങ് ആൻഡ് വിത്ത് ഈ സെൻറ്റൻസ് സെർവിങ് എ സ്പെസിഫൈഡ് പർപ്പസ്. പാരഗ്രാഫ്സ് ഒക്കെ അത്യാവശ്യം ലെങ്തി ആയിരിക്കും. അതേപോലെ തന്നെ അതിലുള്ള ഓരോ സെൻറ്റൻസിനും സ്പെസിഫിക് ആയിട്ട് മീനിങ് സെർവ് ചെയ്യുന്നുണ്ടായിരിക്കും. മീനിങ്ലെസ് ആയിട്ട് ആ സെൻറ്റൻസ് അപ്പുറത്തേക്കിടുക, ഈ സെൻറ്റൻസ് ഇപ്പുറത്തേക്കിടുക, അങ്ങനെയുള്ള റൈറ്റിങ്സ് അല്ല അക്കാദമിക് റൈറ്റിങ്ങിൽ കാണാൻ കഴിയുക. Elaborate explanation of the central idea or argument with supporting expert sources. സെൻട്രൽ ഐഡിയ എന്താണോ അത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. റെഫറൻസിങ്. നെക്സ്റ്റ്, റെഫറൻസിങ് മീൻസ് റെഫറൻസുകൾ കാണാൻ സാധിക്കും. നെക്സ്റ്റ്, അതേഴ്സ് ഐഡിയാസ് ആൻഡ് ആൻസേഴ്സ് ഇൻകോർപ്പറേറ്റഡ് ടു ഇൻ ബോഡി പാരഗ്രാഫ്സ് ആസ് ഡയറക്റ്റ് കൊട്ടേഷൻസ്,
പാരഫ്രൈസിങ്. മറ്റൊരാൾ പറഞ്ഞ ഏതെങ്കിലും ഡയലോഗ്സോ കോട്ട്സോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ഇൻവെർട്ടഡ് കൊട്ടേഷൻസിൽ ആഡ് ചെയ്തിട്ടാണ് നൽകുക. Others stand on the issue raised in the essay but without expressing like I think in my view. ഓതർ അതായത് അക്കാദമിക് റൈറ്റിംഗ് ആരാണോ എഴുതുന്നത് ആ റൈറ്റർ അയാളുടെ ഐഡിയാസൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും, പക്ഷെ അതൊരിക്കലും ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ വ്യൂ എന്നൊന്നും പറഞ്ഞിട്ട് കോട്ട് ചെയ്തിട്ടായിരിക്കില്ല എഴുതുന്നുണ്ടാവുക. നെക്സ്റ്റ് ടാബിൾസ് കാണാൻ കഴിയും. ദെൻ ലാസ്റ്റ് പ്രിസൈസ് ഫിഗേഴ്സ്, വ്യക്തമായിട്ടുള്ള ഫിഗേഴ്സ് നൽകിയിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് distinctive features of non-academic writings. Simple language, use informal phrases and slangs. Simple language ആയിരിക്കും, ഇൻഫോർമൽ ആയിട്ടുള്ള ഫ്രേസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, സ്ലാങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ലാംഗ്വേജ് യൂസ് സ്യൂട്ടബിൾ ഫോർ ദ ലാർജ് ഓഡിയൻസ്. ഒരുപാട് ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിലായിരിക്കും, കാരണം അത് സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുണ്ടാവുക. The next, short introduction suiting the subject a thesis matter of the work. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നൽകിയിട്ടുണ്ടാവുള്ളൂ. മെയിൻ ബോഡി പാരഗ്രാഫ്സ് ആർ ഷോർട്ടർ ഇൻ ലെങ്ത് ലൈക്ക് ടോപ്പിക്, സെൻറ്റൻസ്, സബ്സ്റ്റാൻറ്റിയേഷൻ ആൻഡ് ട്രാൻസിഷൻ. മെയിനായിട്ടുള്ള പാരഗ്രാഫ്സ് അക്കാദമിക് റൈറ്റിങ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാൾ ഷോർട്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക ലെങ്ത്തിൽ. ഐഡിയാസ് ആർ എലോബറേറ്റഡ് വെൽ ബട്ട് നോട്ട് സപ്പോർട്ടഡ് വിത്ത് എക്സ്പേർട്ട് സോഴ്സസ്. ഐഡിയാസൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പേർട്ടുകളുടെ സോഴ്സസ് ഒന്നും കാണാൻ കഴിയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അക്കാദമിക് റൈറ്റിങ്ങിലാണെങ്കിൽ നമ്മുടെ ആ ഒരു ഐഡിയാനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പേർട്ടുകളുടെ സോഴ്സുകളെ കാണാൻ കഴിയും. എന്നാൽ നോൺ അക്കാദമിക് റൈറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ അത്തരം നമ്മളുടെ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പേർട്ടുകളുടെ സോഴ്സസ് കാണാൻ സാധിക്കില്ല. ദെൻ പേഴ്സണൽ സ്റ്റോറീസ് ഓർ ഇംപ്രഷൻസ് ആൻഡ് നോ റെഫറൻസിങ്. പേഴ്സണൽ സ്റ്റോറീസൊക്കെ നോൺ അക്കാദമിക് റൈറ്റിങ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, അതേപോലെ തന്നെ റെഫറൻസിങ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഡയറക്റ്റ് കൊട്ടേഷൻസ് ഫ്രം അതേഴ്സ് വിതൗട്ട് സിറ്റിംഗ് സോഴ്സസ്. മറ്റൊരാളുടെ കൊട്ടേഷൻസ്, വേർഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും നോൺ അക്കാദമിക് റൈറ്റിങ്സിൽ, പക്ഷേ അത് പ്രത്യേകം കൊട്ടേഷൻസ് ഒന്നും നൽകിയിട്ടായിരിക്കില്ല. അക്കാദമിക് റൈറ്റിങ്ങിലാണെങ്കിൽ അക്കോർഡിംഗ് ടു എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, എന്നാൽ നോൺ അക്കാദമിക് റൈറ്റിങ്ങിൽ അങ്ങനെ കാണാൻ സാധിക്കില്ല. ഡയറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടാവും, പക്ഷേ കൊട്ടേഷൻസ് ഒന്നും നൽകിയിട്ടുണ്ടായിരിക്കില്ല. ദെൻ ഓതർ എക്സ്പ്രസ്സസ് ഒപ്പീനിയൻ ഡയറക്ട്ലി ആസ് ഐ. ഓതർ അതായത് റൈറ്റിംഗ് ആരാണോ എഴുതിയത് ആ ആൾ അയാളുടെ എക്സ്പ്രഷൻസൊക്കെ അതിനകത്തുണ്ടാവും, ഒപ്പീനിയൻസ് എല്ലാം അതിനകത്തുണ്ടായിരിക്കും, പക്ഷേ അത് നേരെ ഡയറക്റ്റായിട്ട് ഐ എന്ന് കോട്ട് ചെയ്തിട്ടാണ്. അക്കാദമിക് റൈറ്റിങ്ങിലാണെങ്കിൽ അത് നേരെ അയാളുടെ ഐഡിയാസ് ഉണ്ടായിരിക്കും, പക്ഷേ ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ ഇതൊന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ നോൺ അക്കാദമിക് റൈറ്റിങ്ങിലാണെങ്കിൽ നേരെ ഡയറക്റ്റായിട്ട് ഐ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഒപ്പീനിയൻ ഡയറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യും. ദെൻ നോ ടാബിൾസ് ആൻഡ് ഫിഗേഴ്സ്. ടാബിൾസ് ഉണ്ടായിരിക്കില്ല, ഫിഗേഴ്സ് ഉണ്ടായിരിക്കില്ല. ദെൻ അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ്, ഏകദേശം ഒരു ഫിഗേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ, വ്യക്തമായിട്ടുള്ള ഫിഗേഴ്സ് ഒന്നും നോൺ അക്കാദമിക് റൈറ്റിങ്സിൽ കാണാൻ സാധിക്കില്ല. ദെൻ നെക്സ്റ്റ് പാർട്ട്, ഡിഫൈൻ അക്കാദമിക് റൈറ്റിംഗ്. Academic writing generally refers to all writing tasks assigned to students for the purpose of study at the college level. കോളേജ് ലെവലിൽ സ്റ്റുഡൻസിന് സ്റ്റഡി പർപ്പസിന് വേണ്ടി നൽകുന്ന റൈറ്റിംഗ് ടാസ്ക് ആണ് അക്കാദമിക് റൈറ്റിംഗ്. ഇറ്റ് ഈസ് എ ഫോർമൽ വേ ഓഫ് റൈറ്റിംഗ്. ഫോർമൽ ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് വേ ആണ് അക്കാദമിക് റൈറ്റിംഗ്. It is different from creative writing and various other informal and fictional writings. Informal writings, fictional writings, creative writings ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് അക്കാദമിക് റൈറ്റിങ്സ്. ഫിക്ഷണൽ റൈറ്റിങ്സ് മീൻസ് ഫിക്ഷനൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കില്ല, നമ്മൾ ഇമാജിനേഷൻ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ക്രിയേറ്റീവ് റൈറ്റിങ്സും. അതിൽ നിന്നും വ്യത്യസ്തമാണ് അക്കാദമിക് റൈറ്റിംഗ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്. A paper submitted by a scholar for publication to a journal is sent to other scholars by the editor for the journal without the names and other details of the writer. ഒരു അക്കാദമീഷ്യൻ തയ്യാറാക്കിയ പേപ്പർ അല്ലെങ്കിൽ അക്കാദമിക് റൈറ്റിംഗ് അതൊരു ജേണലിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അയച്ചു കൊടുക്കുകയാണ്. അന്നേരം അതിൻ്റെ എഡിറ്റർ, ആ ജേണലിൻ്റെ എഡിറ്റർ അതിൻ്റെ ആരാണോ എഴുതിയത്, ആ അക്കാദമിക് റൈറ്റിംഗ് തയ്യാറാക്കിയ ആളുടെ പേരും മറ്റു ഡീറ്റെയിൽസും ഒന്നും തന്നെ നൽകാതെ മറ്റൊരു സ്കോളറിന് ഇത് അയച്ചു കൊടുക്കും. ഈ റൈറ്റിംഗ് അല്ലെങ്കിൽ അക്കാദമിക് റൈറ്റിംഗ് അയച്ചു കൊടുക്കും.
The reviewers read the paper and determine if the paper is worth publishing. അയച്ചു കൊടുത്ത സ്കോളർ ആരാണോ അദ്ദേഹം ഇത് വായിച്ച് നോക്കിയിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ മാത്രം വർത്തി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. The identity of the reviewers is never disclosed to the author of the paper. എഴുതിയ ആരാണോ അക്കാദമീഷ്യന് ഒരിക്കലും ആരാണോ ഈ പേപ്പർ താൻ എഴുതിയ പേപ്പർ ആരാണോ റിവ്യൂ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് അക്കാദമീഷ്യനും നൽകില്ല. ആരാണോ ഈ പേപ്പർ എഴുതിയത് എന്നുള്ളത് സ്കോളറിനും നൽകില്ല. ഇതിനെയാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് യൂസിങ് അതേഴ്സ് മെറ്റീരിയൽ ആസ് വൺസ് ഓൺ? മറ്റൊരാളുടെ മെറ്റീരിയൽസ് നമ്മുടേതായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? Plagiarism is an act of stealing others' material as one's own. മറ്റൊരാളുടെ വർക്കുകൾ, മറ്റൊരാളുടെ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റീൽ ചെയ്യുകയാണെങ്കിൽ, മോഷ്ടിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്ലേഗറിസം. ഇറ്റ് ഈസ് ആൻ അൺഎത്തിക്കൽ ആക്ട്. അതൊരു എത്തിക്കൽ ആയിട്ടുള്ള പരിപാടിയല്ല. എ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. ആൻഡ് ഈസ് ട്രീറ്റഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി. അക്കാദമിക് സമഗ്രതയുടെ ലംഘനമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. Next part, comment on the seriousness of plagiarism and suggest ways to avoid it. പ്ലഗറിസത്തിൻ്റെ സീരിയസ്നെസ്സും അതുപോലെ തന്നെ അത് അവോയ്ഡ് ചെയ്യാനുള്ള വഴി സജസ്റ്റ് ചെയ്യാണ്. പ്ലഗറിസം ഈസ് ആൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ് അതേഴ്സ് മെറ്റീരിയൽസ് ആസ് വൺസ് ഓൺ. പ്ലഗറിസം പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മറ്റൊരാളുടെ മെറ്റീരിയൽസ് മോഷ്ടിക്കുന്നതിനെയാണ് പ്ലഗറിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അൺഎത്തിക്കൽ ആക്ട്. അതൊരു എത്തിക്കലായിട്ടുള്ള പരിപാടിയല്ല. ഈ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. ആൻഡ് ഈസ് ട്രീറ്റഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി. അക്കാദമിക് സമഗ്രതയുടെ ലംഘനമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ദ ഈസിയസ്റ്റ് വേ ടു അവോയ്ഡ് പ്ലഗറിസം ഈസ് ടു ഡിസ്റ്റിങ്ക്യൂഷ് യുവർ ഐഡിയാസ് ഫ്രം ദ ഐഡിയാസ് ഓഫ് അതേഴ്സ് ഇൻ യുവർ പേപ്പർ. നിങ്ങളുടെ പേപ്പറിലുള്ള ഐഡിയാസ് മറ്റുള്ളവരുടെ പേപ്പറിലുള്ള ഐഡിയാസുമായിട്ട് വ്യത്യസ്തമായിരിക്കാം, വേർതിരിച്ചതായിരിക്കാം. അതാണ് ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള, ഇത് പ്ലഗറിസം അവോയ്ഡ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു വേ. ദാറ്റ് ഈസ്, every idea borrowed from others need to be acknowledged in the text of your paper by separating them using quotation marks and providing the details of the sources. ഒരു അക്കാദമീഷ്യൻ്റെ ഐഡിയാസ് അല്ലെങ്കിൽ ടോപ്പിക്സിന് സ്ട്രെങ്ത് നൽകാൻ വേണ്ടിയിട്ട് മറ്റൊരു എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അയാളുടെ ഒരു ഐഡിയാസ് നമ്മൾ ബോറോ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പ്രത്യേകം കൊട്ടേഷൻസിൽ നൽകിക്കൊണ്ട് എടുക്കുക. മാത്രമല്ല അത് എവിടെ നിന്നാണ് ആ സോഴ്സസ്, അതിൻ്റെ സോഴ്സസ് കാണിക്കുക, അത് ഏതിൽ നിന്നാണ് എടുത്തത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുക. ഇതാണ് പ്ലഗറിസം അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് topic of this unit, what is honor code? എന്താണ് honor code? Writer of an academic paper is expected to adhere to certain basic ethics and they have to conduct themselves in a responsible manner. ഒരു റൈറ്റർ അല്ലെങ്കിൽ അക്കാദമിഷ്യൻസ് എത്തിക്സ്, ധാർമ്മികത പാലിക്കേണ്ടതുണ്ട്. അവരുടെ ചുമതലകൾ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റേണ്ടതും അവരുടെ കടമയാണ്. Some universities make it mandatory for all students to sign an agreement called honor code at the time of enrolling for academic programs. ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ അക്കാദമിക് പ്രോഗ്രാംസിന് എൻറോൾ ചെയ്യുന്ന, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവരെ കൊണ്ട് ഹോണർ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് മേടിക്കാറുണ്ട്. ഹോണർ കോഡ് ഈസ് ലൈക്ക് എ പ്ലെഡ്ജ് taken by students to the effect that they will uphold academic integrity and ethical behavior and will not engage in any kind of cheating, stealing and misrepresentation. ചീറ്റിംഗ്, സ്റ്റീലിംഗ്, അതേപോലെ അൺഎത്തിക്കൽ ബിഹേവിയർ, ഇതുപോലെയുള്ള പദ്ധതികളൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു പ്ലെഡ്ജാണ് ഹോണർ കോഡ്. സോ സ്റ്റുഡൻസ്, ഇത്രയേ ഉള്ളൂ യൂണിറ്റ് 1 പഠിക്കാനുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ അവർ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പറാണ്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും അക്കാദമിക് റൈറ്റിംഗ് പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു.